ഹായ്. അപ്പം ഞാൻ കുറേ ആയി ഒരു വീഡിയോ ചെയ്തിട്ടും എൻ്റെ ജോലി തിരക്കും മറ്റുമൊക്കെ കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. പക്ഷെ ഇന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാം എന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് റിസ്ക്കാണ്. ഓക്കെ, റിസ്ക് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ ബിസിനസ് ജീവിതത്തിനിടയ്ക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങളെയൊക്കെ അതിൻ്റെ ജോലിയുടെ ഇടയ്ക്കൊക്കെ, അതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുണ്ടാവുക, ഈ മോട്ടിവേഷണൽ സ്റ്റോറികളിലൊക്കെ കേട്ടിട്ടുണ്ടാവുക, റിസ്ക് എടുക്കുന്ന ആളുകൾക്കാണ് ലൈഫിൽ സക്സസ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, സംഭവം ഇതിനകത്തൊരു വാസ്തവമുണ്ട്. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിനകത്ത് നിന്നാൽ നമുക്കൊരു കാലത്തും രക്ഷപ്പെടാൻ കഴിയില്ല, അല്ലെങ്കിൽ ലൈഫിൽ സക്സസ് ആവാൻ കഴിയില്ല. ഓക്കെ, നമ്മൾ ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ യു ഹാവ് ടു കം ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കംഫർട്ട് സോണിന് പുറത്തിറങ്ങണമെങ്കിൽ എന്തു വേണം? റിസ്ക് എടുക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. പലപ്പോഴായി പല സ്ഥലങ്ങളിൽ നിന്നായി പല മോട്ടിവേഷണൽ സ്റ്റോറീസിലൊക്കെ നമ്മൾ എന്ത് കേട്ടിട്ടുണ്ട്? റിസ്ക് ഫാക്ടറിനെ കുറിച്ച്, റിസ്ക് എടുക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഓക്കെ, പല മഹാന്മാരും ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരികയും അവർ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് സക്സസ് ഉണ്ടായതെന്ന് നമ്മൾ പല സ്റ്റോറികളിലും, സക്സസ് സ്റ്റോറികളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നേക്കുന്നത്. റിസ്ക്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ തരാൻ. ഓക്കെ, റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത്, റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയല്ലേ നിങ്ങളുമൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്? റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ, സക്സസ് ആവാൻ റിസ്ക് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനും എന്ത് നേരിടാനും ഉള്ള ധൈര്യം കാണിക്കുക എന്നുള്ളതാണ് റിസ്ക് എടുക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് നമ്മൾ പല ആളുകളും കരുതിയിട്ടുള്ളത്. പക്ഷേ റിസ്കിന് ധൈര്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞാനിതിനകത്ത് പറയാൻ വേണ്ടി, ഈ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം റിസ്ക് എടുക്കുക എന്നുള്ളത് നമ്മൾ നേരെ അങ്ങോട്ട് ധൈര്യമൊക്കെ സംഭരിച്ച് പിന്നെ എടുത്തു ചാടി ഒരു കാര്യം ചെയ്യുക എന്നുള്ളതല്ല ഈ മഹാന്മാരും ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സും ഒക്കെ റിസ്ക് എടുക്കുക എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ ഉദ്ദേശിക്കുന്നത്? റിസ്ക് എന്ന് പറഞ്ഞാൽ, റിസ്കിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ, പ്ലാനിങ് പ്ലസ് ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു റിസ്ക് എന്നുള്ളതാണ്. ഇതെൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഇക്വേഷനാണ് ഞാൻ ഉണ്ടാക്കിയത്. പ്ലാനിങ് പ്ലസ് ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു റിസ്ക് എന്നുള്ളതാണ്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നിട്ട് നമ്മളൊരു കാര്യം ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, ഓക്കെ, അത് ധൈര്യത്തോടു കൂടി ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആവാൻ പറ്റില്ല? ആ പർട്ടിക്കുലർ വിഷയത്തിനകത്ത് സക്സസ് ആവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കുക എന്ന് പറയുന്നത്, നമ്മളൊരു സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ ഒരു ജോലിക്കകത്തൊരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഓക്കെ, നമ്മൾക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ബിസിനസ്സിനെ കുറിച്ച്, അതിൻ്റെ A to Z കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക, അതിനകത്തൊരു പ്ലാനിങ് ഉണ്ടാവുക, അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു പ്ലാനിങ് ഉണ്ടാവണം. ഓക്കെ, ഇനി അതല്ല ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്ററാണ്. ആ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർക്ക് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന, അത് ഇൻട്രാഡേ ആയിക്കോട്ടെ, ഡെലിവറി ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ഓക്കെ, ലോങ് ടേമോ ഷോർട്ട് ടേമോ ഏതോ ആയിക്കോട്ടെ, നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനോ സെല്ല് ചെയ്യാനോ പോകുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവണം, ഒരു പ്ലാനിങ് ഉണ്ടാവണം. ആ സ്റ്റോക്ക് ഇന്ന് എങ്ങോട്ടാണ് പോവുക എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം. ഓക്കെ, എന്നിട്ട് അതിനകത്തൊരു ക്ലാരിറ്റി വരുത്തണം. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വരുത്തി, ഓക്കെ, അതിനകത്തേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുക. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സെയിൽസ് പേഴ്സൺ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഇന്നൊരു സെയിൽസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടി പോവാണ്. ഈ കസ്റ്റമറെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആ കസ്റ്റമറോട് എന്ത് സംസാരിക്കണം, ഏത് പ്രോഡക്റ്റ് പിച്ച് ചെയ്യണം, ആ പ്രോഡക്റ്റ് എങ്ങനെ പിച്ച് ചെയ്താലാണ് അട്രാക്റ്റീവ് ആവുക എന്നതിനെയൊക്കെ സംബന്ധിച്ച് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. ഓക്കെ, ആ പ്ലാനിങ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക്
കൃത്യമായ ഒരു ക്ലാരിറ്റി കൂടെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് പ്ലസ് ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു റിസ്ക് എന്നുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരിക. പിന്നെ ജീവിതം സക്സസ് ആവണമെങ്കിൽ റിസ്ക് എടുക്കണം. ആ റിസ്ക് എന്ന് പറഞ്ഞത് ധൈര്യമല്ല. ഓക്കെ, അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ വരാം. ഓക്കെ, ബൈ.